ഹലോ ഫ്രണ്ട്സ്, വീണ്ടും നമ്മളൊരു വ്ളോഗ് വന്നിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഞാൻ വ്ളോഗൊന്നും ഇട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാത്രി സമയം 3 മണിയായിരിക്കുകയാണ്. 3 മണിക്ക് എന്താ പരിപാടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. 3 മണിക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാണ്. ഞങ്ങൾ തൊടുപുഴയ്ക്ക് പോവാണ്. അപ്പം തൊടുപുഴ എനിക്കൊരു റെക്കോർഡിംഗ് ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി പോവാണ്. ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് വലിയൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ച്. കാരണം എനിക്ക് തൊടുപുഴ പോയി കഴിഞ്ഞിട്ട് എനിക്കൊരു വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അത് രണ്ടും ഒരുമിച്ചിട്ട് ഞാനൊരു വീഡിയോയിലാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ലെങ്ത് കൂടിപ്പോയാൽ എന്ത് ചെയ്യാം, പാർട്ട് 1 പാർട്ട് 2 ആക്കി ഇടാം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വ്ളോഗ് ഇട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് വ്ളോഗിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്കെല്ലാം അറിയാലോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ നേരെ വീഡിയോ കിടക്കാം. നമ്മൾ വണ്ടി കയറിയിരിക്കുകയാണ്. രാത്രി 3:24 അപ്പോൾ അച്ഛൻ അതാ ഗേറ്റ് അടയ്ക്കുക. അവിടെ അതാ ഗേറ്റ് അടിച്ച് വരട്ടെ. യെസ്, അച്ഛൻ ഗേറ്റ് അടിച്ച് ഉള്ളിൽ കയറാണ്. ഇനി ഞാൻ കിടന്നുറങ്ങും, രാവിലെ എത്തിയിട്ട് കാണാം. രാവിലായിരിക്കുകയാണ്. പക്ഷേ നമ്മൾ തൊടുപുഴ അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൂം ചെക്ക് ചെയ്യണം, എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങണം. ഉച്ചയ്ക്ക് നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് പോകണം. കാരണം പിന്നെ നഷ്ടപ്പനി. അതിനുവേണ്ടി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നത്, നടക്കാനുള്ള ദൂരം എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ റെക്കോർഡിങ് സ്ഥലത്തേക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകാം. അച്ഛൻ എന്ത് ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കുന്നത്? എനിക്ക് നല്ല എന്തെങ്കിലും ഫുഡ് കിട്ടണം. അതെ, ഞങ്ങളത് തപ്പിയിട്ടാണ്. പുട്ടും ബീഫും ഞങ്ങൾ ലൈറ്റായിട്ട് രാവിലെ പുട്ടും ബീഫും കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാണ്. നമ്മളങ്ങനെ ആ ഭാഗത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. പക്ഷെ നമുക്ക് വെജിറ്റേറിയൻ തീരെ വേണ്ട. അപ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ തപ്പി കുറച്ച് മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനും അച്ഛനുണ്ട് ബാക്കിൽ, അമ്മയും. മധുവിൻ്റെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ. ഓടും ഷാപ്പിലൊക്കെ അറിയാം. അച്ഛനാ പറയാ ഇത് അച്ഛൻ പൊളിക്കും. അച്ഛന് പുട്ടും ബീഫും തിന്നാണല്ലോ ഇതിൽ വന്നാട്ടോ പ്രേക്ഷകരെ. അച്ഛന് ബീഫ് കിട്ടിയില്ല. പ്രേക്ഷകരെ. ഫുഡ് കഴിച്ചോടെ ഇരിക്കുകയാണ്. ഇതിലിപ്പോഴും പക്ഷേ പൊറോട്ടല്ല, പുട്ടും ബീഫും കിട്ടാത്തതിൻ്റെ സങ്കടമാണ്. അച്ഛൻ പുട്ടും ബീഫും കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ ഡിപ്രഷനിലാണ്ട് പോയി. പക്ഷേ നിങ്ങൾക്ക് പൊറോട്ടയും അച്ഛൻ കഴിച്ച്, പുട്ടും കഴിച്ച്, കള്ളയപ്പം കഴിച്ച്. അത് അച്ഛൻ സ്വന്തം കഴിച്ചല്ല, അച്ഛനെ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടാണ്. അതായിരിക്കുന്നത് എൻ്റെ പാവച്ചല്ലച്ച, എൻ്റെ പാവച്ച. എല്ലാവരും കഴിച്ച് ഉരുണ്ട് പോലെ ആയി എന്ന് പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ അറിയണ്ടല്ലേ അച്ഛൻ? അതെ, പാവച്ചൻ. അതിന് നമ്മൾ എങ്ങോട്ടേക്ക് പോണ്ട്? സ്റ്റുഡിയോയിലേക്കല്ലല്ലോ, റൂമിൽ പോണ്ടേ? റൂമിൽ പോയിട്ട് സ്റ്റുഡിയോ. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി നേരെ റൂമിൽ ചെല്ലണം. ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയമില്ല. നമ്മൾ റൂമിൽ ചെല്ലണം, പിന്നെ സ്റ്റുഡിയോ ചെന്ന് പാടുക. പിന്നെ ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ നമ്മൾ വീട്ടിൽ പോകുന്നതാണ്. നമ്മൾ മധുവിൻ്റെ ഹോട്ടലിലോട് ബൈ പറഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അച്ഛ എങ്ങനെയുണ്ട്? രാവിലത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലത്തെ അച്ഛൻ്റെ സങ്കടം എന്താ വെച്ചാൽ പുട്ടും ബീഫും കിട്ടാത്തതന്നെ. നമ്മൾ പോകുന്ന വഴിക്ക് മാക്സ് കണ്ടു. അപ്പോൾ അവിടെ വല്ലതും ഇടാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കയറാണ്. നമ്മൾ സാധനം വാങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് ബില്ല് ചെയ്തിട്ട് പുറത്തു പോകണം. നമ്മളങ്ങനെ മാക്സിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് 11 മണിക്കാണ് എൻ്റെ റെക്കോർഡിങ്. അപ്പം 11 മണി 10:45 തോന്നുന്നു. റൂമിൽ ചെന്ന് മാറ്റിയിട്ട് റെക്കോർഡിങ്ങിന് പോകണം. പറ്റാണെങ്കിൽ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രേക്ഷകരെ, എൻ്റെ കുറച്ച് സമയത്ത് ക്യാമറമാൻ അച്ഛനേക്കും. അച്ഛൻ എടുക്കൂലേ എൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്തുള്ള?
നമ്മുടെ ക്യാമറാമാൻ എടുക്കുന്ന ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ക്യാമറാമാൻ വന്നിട്ടില്ലെങ്കിലും ഈ ക്യാമറാമാനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ അസിസ്റ്റന്റ്. ഈ അസിസ്റ്റന്റിന് നമുക്ക് എന്ത് ചെയ്യാം? ഏൽപ്പിക്കാം. ശരി, ഇതാണ് ഞാൻ മാക്സ് വാങ്ങിയ ഡ്രസ്സ്. ഇങ്ങനെ പിടി അച്ഛാ, ഇങ്ങനെ പിടിക്കേ. നോക്കൂ, ഈ ഷർട്ട് മാത്രമേ ഉള്ളൂ, പാൻറ് നോക്കണ്ട. ഇതാണ്. അത് കുഴപ്പമൊന്നുമില്ല. നീ അമ്മയ്ക്ക് മടി ക്യാമറയിൽ വരെ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ഈ നമ്മൾ റെക്കോർഡിങ്ങിന് പോവാണ്. അവരെന്നെ വിളിച്ച് അപ്പം നേരെ പോകണം. എനിക്ക് ചെരുപ്പ് മാറ്റിയിട്ട് എൻ്റെ ചെരുപ്പ് കാണിച്ചരണ്ട. ചെരുപ്പ് മാറ്റിയിട്ട് ചൂടണം. ഓഫ്, എന്താ തിളക്കം! എൻ്റെ മുഖത്തിന് എന്താ തിളക്കം! അല്ല ഫ്രണ്ട്സ്, മോണാലിസയ്ക്ക് എന്താ ഇവിടെ പരിപാടി? ഇവിടെ മോണാലിസ ഉണ്ടോ? വെറുതെ എന്തിനാ ഫ്രാൻസിലൊക്കെ പോകുന്നത്? ഇവിടെ തന്നെ കാണാമല്ലോ. ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോകുകയാണ്. അമ്മ വന്നില്ല, അമ്മ റൂമിൽ തന്നെ നിന്ന്. അപ്പോൾ നമുക്ക് വേഗം ചെല്ലണം, എന്നിട്ട് പഠനം. എല്ലാവർക്കും ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മുടെ മധുവേട്ടൻ്റെ കടയിൽ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ. അതിൻ്റെ തൊട്ടപ്പുറത്തായി ഇവരുടെ സ്റ്റുഡിയോ ഉള്ളത്. മധുവേട്ടൻ്റെ കടയാണെങ്കിൽ ഇതാ ഇവിടെയാണ് സ്റ്റുഡിയോ. ഇതാന്ന് തോന്നുന്നതാ, ഇവിടെയാന്ന് തോന്നുന്നു. ഈ ഭാഗത്തേക്കും സ്റ്റുഡിയോ. അതെ നോക്കിക്കേ, അച്ഛൻ വേഗം ഓടിപ്പോന്ന്. അച്ഛൻ പാടാൻ ഞാനുള്ളത്. ഞാനാ പാടണ്ട, എന്നെ കാത്തക്ക്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകേണ്ടി വരും. എന്നിട്ട് അവിടെയല്ല, ഇവിടെ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ പോകേണ്ടി വരും. അഞ്ചൂവരിന് എന്താ ഇവിടെ പരിപാടി? എല്ലാവരും കറക്റ്റായിട്ട് നിൽക്കാറോ? ഞാൻ പറയാം. അതായത് എല്ലാവരും എന്തി ചേച്ചി അങ്ങനെ ഞാൻ റെക്കോർഡിങ്ങിന് പാടാൻ കയറി. എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ എന്തിനാ മുഖഭാവം കൊണ്ട് എക്സ്പ്രഷൻ കാണിച്ച് സംസാരിപ്പിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തു. പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ പറയുന്ന മൊത്തം മൈക്ക് കേൾക്കും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ റെക്കോർഡിങ്ങിന് ഞാൻ കയറി. ഫ്രണ്ട്സ്, നമ്മൾ റെക്കോർഡിങ്ങിന് വീണ്ടും കയറിയിരിക്കുകയാണ്. അതിനിടയിൽ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയി. കാരണം അടിയിൽ എന്തോ ഡാൻസ് പ്രാക്ടീസ് എടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ഭുടും എന്ന് പറഞ്ഞ ഒച്ച അങ്ങനെ മുകളിലേക്ക് വന്നപ്പോൾ എനിക്ക് മൈക്കിൽ ഒച്ച കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പാടാനായില്ല. നമ്മൾ വീണ്ടും ടേക്ക് നമ്പർ 2 എടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ വീണ്ടും പാടാൻ വേണ്ടി കയറിയിരിക്കുകയാണ് പ്രേക്ഷകർ. അപ്പം വേറെന്താ, ഒന്നും പറയില്ല. അപ്പം നമുക്ക് പാടി കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ റെക്കോർഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ മുടിയത് എങ്ങനെ നിൽക്കുന്ന ഹെഡ്സെറ്റ് ഇട്ടുകൊണ്ടായിരിക്കും. ഇപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞതിന് ചെറിയൊരു പ്രൊമോ ഷൂട്ടും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. ബൂത്ത് കൺസോളിനോട് കയറാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റെക്കോർഡിങ് കഴിഞ്ഞു. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എനിക്കൊരു മഷ്മെല്ലോ വാങ്ങി തന്നു. അപ്പം അതും കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. നമുക്കിനി വീട്ടിൽ പോകണം. ഇന്ന് തന്നെ നമ്മൾ വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞ മറ്റന്നാളാണ് പരിപാടി ഉള്ളത്, പക്ഷേ അല്ല, നാളെ ഒരു പരിപാടി ഉണ്ട്. അപ്പം അതിന് നാളെ റെഡിയാണ്. അപ്പം ആ വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കുറച്ച് ചെറുതാണെങ്കിൽ ക്ഷമിക്കുക. നമുക്കിനി വലിയ വീഡിയോ വരാനുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ടു ബി കണ്ടിന്യൂ ആക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.